അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, മോളെ സെക്സ് വർക്കിന് പോകാം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണെങ്കിലും മോളെ എൻ്റെ അടുത്ത് വരരുത്. പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്ത് വരുന്നത് ഒരാണ് തുണിയിൽ ചളിതായിരിക്കും സംഭവിക്കാൻ പോവുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ കാണിച്ചിട്ട് എന്താ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത്, പക്ഷെ അത് എന്നെക്കാൾ ആഗ്രഹിച്ചത് സിയാണ്. മദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് വെച്ചിട്ട് ഫാദറിന്റെ സ്ഥാനത്ത് സാഹത്തിന്റെ പേര് വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്രണ്ടിൻ്റെ അടുത്ത്. അന്നത്തെ സൂപ്രണ്ട് പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് അത് തുറന്നു പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം മോൾക്ക് ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയാണ് എന്നുള്ളൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൾക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അതിന് അധികം പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് അങ്ങ് തിരഞ്ഞെടുത്തു. നമ്മൾ എന്തിനും മറ്റുള്ളവർക്ക് ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. ഭയങ്കര ഫീൽ ആയത് സെബിയുടെ ഫസ്റ്റ് കിക്കാണ്. ആ ടൈം മാത്രമാണ് എനിക്ക് ഒരു ഫസ്റ്റ് സമയത്തൊക്കെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, നമസ്കാരം. ഒരു വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം കൈവരിച്ച് വളരെ ഹാപ്പി ആയിട്ട് രണ്ടാളും നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. രണ്ടെന്ന് പറയല്ലോ, മൂന്നാളുണ്ട് അല്ലേ? അങ്ങനെ വേണം. നമസ്കാരം. നമസ്കാരം. ഭയങ്കര കുറുമ്പിയായിട്ടുള്ള ഒരാള്. എന്താ പേര് പറയൂ? സബിയ. വേറെ പേരുണ്ടോ? ഒരു പേരുള്ളോ? ഒരു പേരുള്ളൂ. ഓക്കെ. അമ്മയുടെ അച്ഛന്റെ പേര് പറയുന്നവരും എനിക്ക്. അമ്മേന്റെ പേരെന്താ? സിയ പവൽ. പപ്പയുടെ പേരെന്താ? അപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സിയയും സഹലുമാണ് എൻ്റെ കൂടെ ഉള്ളത്, സഹദും ആണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. ഓക്കെ, ഭയങ്കര സന്തോഷം. കാരണം ഏകദേശം ഒരു 3-4 വർഷത്തോളം ആയി എന്ന് തോന്നുന്നു. 2 വർഷം 3 മാസത്തോളമായി. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രാൻസ് വുമൻസിന്റെ കുട്ടികളുടെ പേരന്റിന്റെ സ്ഥാനത്ത് മാതാപിതാക്കൾ എഴുതാൻ പറ്റും. അല്ല, അതായത് പേരൻസ്. അപ്പൊ സാധാരണ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റില് അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞിട്ടാണ് പേരുണ്ടാവുക. ഇത് ഇപ്പം ഞങ്ങളുടേത് ആദ്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് അപ്രൂവ് ആക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അമ്മ എന്നുള്ള സ്ഥാനത്ത് ഡെലിവറി ചെയ്ത സഹദിന്റെ പേരും ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് കൈപ്പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലോട്ട് പോയത്. ദൈവം സഹായിച്ച് അത് വർഷം എടുത്ത് പോണോ? ഇപ്പം പോവാട്ടോ. ദൈവം സഹായിച്ച് ഇപ്പം അത് അമ്മ അച്ഛൻ എന്നുള്ള പേര് മാറ്റിയിട്ട് പോണോ? പോവാണോ? ഇല്ല, പോയിട്ട് വരും കേട്ടോ. വർഷനെ വിളിച്ചിട്ട് വാ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പം പാരൻസ് എന്നുള്ള രീതിയിലാക്കി. അതായത് ആദ്യത്തെ ഇതില് മദറിന്റെ സ്ഥാനത്ത് അവന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നും, അതുപോലെ തന്നെ ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് നേരെ തിരിഞ്ഞു. അങ്ങനെ ഒരു മെൻഷന്റെ ആവശ്യമില്ല, മറിച്ച് പാരൻസ് എന്നുള്ള ഒരു പേര് വെച്ചിട്ട് ഞങ്ങളുടെ പേര് കൊടുക്കാൻ. ശരിക്കും നിങ്ങളുടെ ID കാർഡും ആധാറും ഒക്കെ ശരിക്കും ട്രാൻസ് എന്നൊരു മെൻഷൻ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിനൊരു ID കാർഡുണ്ട്. അതിപ്പം നിലവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കാർഡാണ് ട്രാൻസ് ID കാർഡ് എന്ന് പറയും. പിന്നെ ആധാർ കാർഡിനകത്ത് എന്റേത് ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്നാണുള്ളത്. ഇവന്റെ മെയിൽ ആക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും എന്റെ ആ ട്രാൻസ്ജെൻഡർ ID കാർഡ് മാത്രമേ ട്രാൻസ്ജെൻഡർ ഉള്ളൂ, ബാക്കി പാസ്പോർട്ട് എല്ലാം മെയിൽ. എന്റെ SSLC സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഫീമെയിൽ ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ ട്രാൻസ്. നിയമ പോരാട്ടം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു വക്കീല് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, അല്ലേ? അതെ, ആളും ട്രാൻസ് ആണ്, എനിക്കറിയാം ആളെ. അപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിൽ? എത്രത്തോളം ഉണ്ടായിരുന്നു?
ഒരു രണ്ടര ഇല്ല രണ്ട് സെബിയുടെ നെയ്മിങ് സെറമണിക്കാണ് നമ്മൾ ആ കേസ് ഫയൽ ചെയ്യുന്നത് 28-ന്. അപ്പം ഒരു ഏകദേശം ഇപ്പൊ ബിഎക്ക് 2 വയസ്സും 4 മാസവും ഏകദേശം ആ ഒരു കാലാവധി എന്ന് പറയാൻ വേണമെങ്കിൽ 2023 ഫെബ്രുവരി 8-നാണ് ബിഎമ്മോള് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഏകദേശം 10-28 ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അവള് ജനിച്ച അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മള് കോഴിക്കോട് കോർപ്പറേഷനില് ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണയുള്ള നമുക്ക് ആദ്യം അവർ അപ്രൂവ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് നമുക്ക് നൽകിയത്. ആ സമയത്ത് നമ്മൾ കോഴിക്കോട് സൂപ്രണ്ടിന്റെ അടുത്ത് ഞങ്ങളെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, അങ്ങനെ ഞങ്ങൾ കൊടുക്കട്ടെ, അതായത് മദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് വെച്ചിട്ട് ഫാദറിന്റെ സ്ഥാനത്ത് സഹദിന്റെ പേര് വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്രണ്ടിന്റെ അടുത്ത്. അന്നത്തെ സൂപ്രണ്ട് പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും വിവാദങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ വഴിത്തിരിവായിരിക്കും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാം. എന്നിട്ട് സാറ് പറഞ്ഞിട്ടാണ് അങ്ങനെ ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു, അത് വരികയും ചെയ്തു. പക്ഷെ ഞങ്ങൾ അത് വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് അത് കൈപ്പറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങില്ല. ആ സമയത്ത് ഞാൻ ന്യൂസിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് നിങ്ങൾ റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഞാനൊക്കെ ഫോട്ടോഷൂട്ട് വീഡിയോ ഫോട്ടോസൊക്കെ കണ്ട് ഒത്തിരി ഹാപ്പി ആയതാണ്. അന്ന് തൊട്ടേ നമ്മൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു ആ സമയം തൊട്ടേ. അപ്പം ഇന്റർവ്യൂ 2 കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത ഇന്റർവ്യൂ ആണ് ഇന്നിപ്പം. ഇതൊരു നിമിത്തമാണ്, കാരണം ഇങ്ങനെ ഒരു സാധനം വരണ്ടിയിരുന്നു നമ്മളിവിടെ എത്താൻ കാരണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ആ കമൻറ്റ്സ് ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ആ ഫോട്ടോ തിരിച്ചെടുക്കുമ്പോഴും ഇപ്പോഴും കമൻറ്റ് ഇടാണ് ആളുകൾ. അപ്പം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു ആകാംക്ഷ. നമുക്കൊരു കാര്യം ചെയ്യാം, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് സഹദ് പ്രഗ്നന്റ് ആയി എന്നുള്ളത്. അതിനുള്ള റീസൺ ആണ് നമുക്ക് അറിയേണ്ടത്. റീസൺ എന്താണെന്ന് നമുക്കറിയാം. അതല്ല, ട്രാൻസ് വ്യക്തികളായിട്ടുള്ളത് നിലവിൽ മെയിൽ എന്ന ഐഡന്റിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു മെയിൽ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്നുള്ളതാണ്. ആക്ച്വലി എനിക്കിതിൽ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, എനിക്കിതിലൊട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നെക്കാൾ ആഗ്രഹിച്ചത് സിയാണ്. സിക്കൊരു കുഞ്ഞ് വേണം, ഒരു അമ്മയാവണം. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം എനിക്കെന്തോ ഒരു അച്ഛനായിക്കൂടെ. അപ്പം അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതും. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇതെങ്ങനെ ആവും. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഞാൻ ഈ കമന്റ്സ് ഒന്നും സത്യം പറഞ്ഞാൽ വായിച്ചിട്ടേ ഇല്ല. പിന്നെ ആ സമയത്ത് അതൊന്നും കാണാൻ പറ്റിയൊരു അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലല്ലല്ലോ. ഞാൻ ഇതൊക്കെ കാണുന്നു, പക്ഷെ ഞാൻ ബോധേടല്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും. ഫസ്റ്റ് പ്രഗ്നന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അതായത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ സംസാരിക്കാം, കുഴപ്പമില്ലല്ലോ. ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പീരിയഡ്സ് തെറ്റുമ്പോഴാണ് നമ്മൾ നോക്കുക. വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പീരിയഡ്സ് തെറ്റുമ്പോഴാണ് നോക്കുക. പക്ഷേ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു? ഓൾറെഡി ഞാൻ ഹോർമോൺ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പീരിയഡ്സ് സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെ നമ്മൾ പീരിയഡ്സിന്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നോർമൽ അല്ല ഇത്. അപ്പം ഇത് നമ്മൾ ഡോക്ടേഴ്സിന്റെ ഒരു മുഖേനയുള്ള ഒരു കാര്യം. ഇത് നമുക്ക് ആദ്യമേ നമ്മൾ ഈ കാര്യം നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല എവിടെ. IVF ആണോന്ന് ചിലർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ IVF ആണെന്ന് പറയും, നോർമൽ ആണോന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ നോർമൽ എന്ന് പറയും. കാരണം ഞങ്ങൾക്ക് അത് തുറന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം മോൾക്ക് ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയാണ് എന്നുള്ളൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൾക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അതിന് അധികം ഞങ്ങൾ സംസാരിക്കാത്ത അതിനെ കുറിച്ചിട്ട്. അത് ഞങ്ങള് ഡോക്ടേഴ്സിന്റെ അടുത്തും പറഞ്ഞ കാര്യമാണ്, ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങള് പുറത്ത് വിടില്ല എന്നുള്ളത്. അപ്പം എന്തിരുന്നാലും നിങ്ങൾ അറിയുന്ന ഒരു മൂമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു മൂമെന്റ് ഒന്ന് പറയാമോ? ഇതൊന്നും ഒരിടത്തും പറയാത്ത കാര്യങ്ങളാണ് എനിക്കറിയാം. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനപ്പം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇതിനിടയിൽ ഞാൻ വർക്കിന് പോകുന്നുണ്ട്. പിന്നെ അത് അറിഞ്ഞ ശേഷം ഭയങ്കര ഹാപ്പിനെസ് ആയി. അന്നോട്ട് ഞങ്ങൾ എല്ലാം ജോലി CA വർക്കിന് പോകും. ഞാൻ അന്നോട്ടെല്ലാം ജോലിയൊക്കെ സ്റ്റോപ്പായി. പിന്നെ സെബിയുടെ വളർച്ച ഞങ്ങൾ ഓരോന്നായിട്ട് 1 വീക്ക് 2 വീക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ എന്താ പറയുക, ഇപ്പോൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ അവളുടെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഫുള്ള് റെസ്റ്റിലായി.
പിന്നെ ഒരു ഫസ്റ്റ് സമയത്തൊക്കെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 4 ശാരീരികമായിട്ട്. നല്ല മാസത്തോളം ഞാൻ ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കത് നമ്മളുടെ വീട്ടിലൊരു ബെല്ലുണ്ട്, നായ്ക്കുട്ടി, ജർമ്മൻ ഷെപ്പേർഡ്. ഓളെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കാതെ, കാരണം എന്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ വീട് പിടിക്കാതെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് കുറെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് വന്നു. ഇപ്പം ട്രാൻസ് വുമണിലേക്ക് മാറുമ്പോൾ ഒരു സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലാണ് വരുന്നത്. അപ്പം സകത്ത് പ്രഗ്നന്റ് ആയിട്ട് വോമിറ്റ് ചെയ്യുക, പ്രഗ്നൻസി മൂഡ് സ്വിങ്സ് കാണിക്കുക. അപ്പൊ എന്തായിരുന്നു ഇവിടുത്തെ റിയാക്ഷൻ? എന്തായിരുന്നു ഇവിടെ പറയട്ടെ, ഇവിടുത്തെ റിയാക്ഷൻ എന്തായിരുന്നു? സിയെ ഭയങ്കര, കാരണം എന്നെ കെയർ ചെയ്യുന്നതിലും എല്ലാ കാര്യത്തിലും സിയെ ഭയങ്കര ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെ പോലെയാണ്. കാരണം അവൾക്ക് അവളെ അമ്മയാണ് അച്ഛനുമാണ്. അവൾക്ക് എന്നെയും കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഡെലിവറി ടൈമിലാണെങ്കിൽ പറയാൻ, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലും സെബിയ 4th ഫ്ലോറിലാണ്. അപ്പൊ തന്നെ അവൾക്ക് ആ ഒരു 4-5 മാസത്തോളം സിയ ഉറങ്ങിയിട്ടില്ല ആക്ച്വലി. കാരണം ഫുള്ള് എന്നെ നോക്കണം, സെബിയെ നോക്കണം. ഞങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും കുറച്ച് വയസ്സായി, അപ്പം അമ്മയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ആ സമയം ഒരുപാട് സിയ ഇതിൻ്റെ പിന്നാലെ ഫുള്ള് സിയാണ് എല്ലാ കാര്യങ്ങളും നോക്കാൻ. കാരണം അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഫുള്ള് റെസ്റ്റിലാണല്ലോ. അതുമല്ല സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുന്നത് തന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ബെഡ്. അത്രയ്ക്കും പെയിൻഫുള്ളാണ്. അപ്പം അതൊക്കെ വരുമ്പം സിയ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതുവരെ വന്നത്. നോക്കുന്നതായാലും ആ സമയം പൈസ കാര്യങ്ങൾ മറിക്കുന്നതായാലും അവളുടെ ഡാൻസ് ആയാലും എല്ലാം അവിടെ ഒപ്പരം അങ്ങ് കൊണ്ടുപോയി. ഭയങ്കര ഒരു ഇത് തന്നെ. ഒരു സമയത്ത് നല്ല ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഇതിന്റെ ഒരു പ്രൊസീജിയറിന് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് വേണ്ടി പോയിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടെ എത്തിയെന്നറിയാം. ആ സമയത്ത് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരു സഹായം എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതിന്റെ എക്സ്പെൻസുമായി നിങ്ങൾക്കൊരു മന്ത്ലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ഗവൺമെന്റ് ഒന്ന് തരുമല്ലോ, കിട്ടിയിരുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റും? അത് നമ്മൾക്ക് അത് ഞങ്ങളുടെ സർജറിക്ക് സംബന്ധിച്ചേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഡെലിവറി അങ്ങനെ ഒരു ഫസ്റ്റ് കേസ് അല്ലേ ഇത്, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഇതിന് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഫണ്ട് ഇല്ല ഗവൺമെന്റിന്റെ കയ്യിൽ. അപ്പം അന്ന് എന്താ ഒരു അത്യാഹിത ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കിട്ടിയതെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒരു ഫെസിലിറ്റി മാത്രം. അതെ അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയത് തന്നെ. ഞങ്ങൾ നിർമ്മല ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ഇതും അവിടെയാണ് ചെയ്തത്. അവിടുത്തെ ഞങ്ങളുടെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇനി മെഡിക്കൽ കോളേജിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിനും ഹെൽപ്പാവും, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് അതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ മാമാണ് ഞങ്ങളോട് മെഡിക്കൽ കോളേജിൽ എന്നെ കാണിക്കാൻ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത്. ഡെലിവറി അവിടെ മതി എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത്. അവിടുന്ന് വീണ ജോർജ് മേഡമൊക്കെ ഇടപെട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂം, പിന്നെ അന്ന് ഡെലിവറിയുടെ സമയത്ത് ഇവന്റെ ഡെലിവറി മാത്രം അന്ന് കോളേജിൽ നടന്നത്. ആ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും ഇവന്റെ അടുത്തുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് കേസ് ആണല്ലോ ഇങ്ങനെ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. 8-ന് പറഞ്ഞ ഡേറ്റ് ഫെബ്രുവരി 8-ലോട്ടാക്കി. അത് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു, അത് നേരത്തെ ആയിപ്പോയി, ഒരു മാസം മുന്നേ ആയിപ്പോയി. ഞങ്ങൾക്ക് മാർച്ച് 8-ന് അത് 9-നായിരുന്നു ഞങ്ങൾക്ക് ഡേറ്റ് തന്നത്. അത് ഫെബ്രുവരിയിൽ ഞങ്ങള് അതൊരു വൻ കോമഡിയാ, ഒരു വൻ ട്രാജഡിയാ. അത് എന്താ വെച്ചാല് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോം ടു ബി ഡാഡ് ടു ബി ഒക്കെ ഞങ്ങൾ ചെയ്യണം. ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് ആ വീക്ക് ഞങ്ങള് ഡോക്ടറെ വെറുതെ കാണാൻ പോയതാ. നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയും പോകണമല്ലോ. അപ്പൊ അങ്ങനെ ചുമ്മാ ഞങ്ങൾ കാണാൻ പോയത്. പെട്ടെന്നുണ്ടോ ഡോക്ടർ പറയുന്നത് ഇനി ഇവിടെ കിടന്നോളാം. അതെനിക്ക് ആ ടൈമിൽ ഷുഗർ കുറച്ച് ഹൈ ആയി. ഷുഗറിന്റെ ഒരു ചെറിയ ഷുഗർ പേഷ്യന്റ്. ഇപ്പോഴും അങ്ങനെയാ, പഞ്ചാരക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ആ സമയത്ത് എനിക്ക് അത് 1 വീക്ക് ഫുള്ള് ഇൻസുലിൻ ചെയ്ത് അങ്ങനെ അത് കുറച്ച് 3 ദിവസം അവർ ഇൻസുലിൻ ചെയ്ത് കുറച്ച് 4-ന്റെ അന്ന് ഡെലിവറി ചെയ്തു. അങ്ങനെയായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ഡൗൺ സർജറി ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണോ സർജറി ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തത്? അല്ലല്ല, അത് ആദ്യമേ പറഞ്ഞായിരുന്നു ഡോക്ടർ. ആദ്യമേ പറഞ്ഞായിരുന്നു പോസിബിൾ അല്ല എന്നുള്ളത് ആദ്യമേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല അത് പോസിബിൾ ആവില്ല എന്ന് ആദ്യമേ ഡോക്ടർമാർ പറഞ്ഞു. അതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിന് റെഡി ആയത്. ഇപ്പം ഡൗൺ സർജറി കഴിഞ്ഞോ? ഇല്ല, യൂട്രസ് റിമൂവൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഡൗൺ സർജറി ഇവിടെ ചെയ്യത്തില്ല. അത് അന്ന് പക്ഷേ യൂട്രസ്
റിമൂവ് ചെയ്യാൻ ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടേഴ്സ് സമ്മതിച്ചില്ല മീൻസ് ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ ഒരു കുഞ്ഞല്ലേ ആയുള്ളൂ, ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമല്ല അന്ന് പിന്നെ ഇവൻ ചെറിയ പ്രായമല്ലേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എല്ല് തേയ്മാനം അങ്ങനത്തെ അത് ചെയ്യാണ്ട് പോകും. ഈ പ്രഗ്നൻസി സമയത്ത് ഹോർമോൺസ്, അതായത് അതർ ഹോർമോൺസ് എടുക്കാൻ പറ്റില്ലേ? അപ്പം ആ സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പം എന്തായാലും പുരുഷരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു അറിവ് വെച്ച ലൈഫിലും നിങ്ങൾ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കണം. അപ്പൊ ഈ 9 months എങ്ങനെയായിരുന്നു ആ ടാബ്ലറ്റ്സ്? ഇഞ്ചക്ഷനാണ് ശരിക്കും, ട്രാൻസ്ഹോർമോൺസിനാണ് ടാബ്ലറ്റ്. മന്ത്ലി വൺ ടൈം എടുക്കാം. അത് 500 സ്റ്റാർട്ടിങ് 100 ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് 250 500 ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഒരു വർഷമോ 2 വർഷമോ സഹിച്ചേ പറ്റത്തുള്ളൂ. അല്ല, ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഹാപ്പിയാണ്. ഒരു മാതൃത്വം ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് എന്ത് പറയണോന്ന് അറിയില്ല, വേറെ ഒന്നും തോന്നരുത്. അന്നേരം ഒന്നും പിന്നെ ഭയങ്കര ഫീൽ ആയത് സെബിയുടെ ഫസ്റ്റ് കിക്കാണ്. ആ ടൈം മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് തോന്നിയ. ഒരു ഇത്രയും ലോങ്ങിൽ ഒരു 5-6 months ആവും സെബി ചവിട്ടാൻ തുടങ്ങിയിട്ട്. ഒരു 6-7 മാസം ആകുമ്പോ അവള് ഇങ്ങനെ ചവിട്ടി തുടങ്ങുമല്ലോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ആ ടൈമാണ് ഞങ്ങളെല്ലാം മെമ്മറീസ് ആക്കിയിട്ടുണ്ട്. സെബിയ ചവിട്ടുന്നതും അതുപോലെ തന്നെ നമ്മള് ക്യാഷ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇല്ല പബ്ലിഷ് ചെയ്തു. പക്ഷെ ആ റീൽ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞങ്ങളുടെ അതുപോലെ തന്നെ ഞാനെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അവളുടെ ഇവര് അമ്മയ്ക്ക് പറയും അവൾക്ക് കിട്ടിയ ഈ ഫസ്റ്റ് ആദ്യം കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹം സേവ് ചെയ്ത് വെക്കണമെന്ന് വലുതാകുമ്പോൾ അവൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊന്നും ഉപയോഗിച്ച ഒരു ഉടുപ്പ് പോലും ഇല്ല. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്രായത്തിൽ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം, അത് പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്റെ ഫാമിലിയിൽ ഞങ്ങൾ 8 മക്കളുണ്ട്. 8 മക്കളുണ്ട്. എന്റെ ഉമ്മ എങ്ങനെ എടുത്തു വെക്കുന്നത് എത്രയും എണ്ണത്തിന്. അതുകൊണ്ട് അവരെ കുറ്റം പറയാനും പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ മോളത് എനിക്ക് സ്പെഷ്യലാ. അപ്പൊ ഇവര് പറയാം അത് ഇപ്പൊ ഗോൾഡൊക്കെ ചെറിയ ചെറിയ കമ്മൽ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്ത കമ്മലൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ ഇവര് പറയാം അതെല്ലാം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒന്നാക്കാം. ഞാൻ പറയും തൊട്ടാ ഞാൻ കൈവെട്ടും. ഞാൻ ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞതുള്ളൂ. കാരണം അതൊക്കെ എന്തായാലും ചിന്നി അത് ഞാൻ പറഞ്ഞു അതിന് പൊടിഞ്ഞു പോയാലും വേണ്ടില്ല, അത് ഓർമ്മയാണ് അല്ലേ, ചെറിയ പ്രായത്തിൽ നീ ഇട്ടിരുന്നതാന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം. ഇവന്റെ ഡെലിവറി സമയത്ത് ഇവന് ഒരു ഏകദേശം 8 മാസമുള്ള സമയത്ത് ഇവന്റെ വയറ് വരെ ഞാൻ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും കല്ല് മറ്റേ കണ്ണാടി മിററിന്റെ ഈ ചെറിയ ഡയമണ്ട് കട്ടുള്ള മിറർ വെച്ച് ഞങ്ങളൊരു വീടാകുമ്പോഴത്തേനും അത് ഫ്രണ്ടിൽ തന്നെ തൂക്കിയിടും ഞങ്ങളത്. ആ വീട് കാണാനും ഈ ഫോട്ടോ കാണാനും ഞങ്ങൾ ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം എപ്പോഴും എത്രയൊക്കെ നിയമം വിജയിച്ചാലും ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ട്രാൻസ്മെൻ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. എന്തുകൊണ്ടായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ആളുകൾക്ക്? ഇത്രത്തോളം ലോകം വളർന്നില്ല എന്ന് ചിന്തിച്ചിട്ടില്ല? അത് ലോകം വളർന്നാലും അത് ഏത് സമൂഹത്തിലായാലും ഉണ്ടാവും. അതിപ്പം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ചോദിച്ചാൽ എനിക്ക് അറിയത്തുമില്ല അങ്ങനെ ഒരു കാലം വരുമോ എന്നുള്ളത്. കാരണം ഏത് കാര്യമായാലും ഇപ്പം ഞങ്ങളുടെ ട്രാൻസിന്റെ കാര്യമൊന്നുമില്ല, പൊതുസമൂഹത്തിലായാലും എന്തൊരു കാര്യം സമൂഹത്തിലോട്ട് വന്നോ അതിന് പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും ആളുകൾ. അപ്പൊ പിന്നെ ഇതിന് നമ്മൾ വേറെ ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വഴിയെ പോവാന്നുള്ളത്. കാരണം ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഓൾറെഡി ഒരു കിരീടം വെച്ചിട്ടുണ്ട് സമൂഹം. ഇന്ന ഒരു തൊഴിലിന്റെ ആളുകൾ എന്നുള്ളൊരു ലേബൽ ഉണ്ട് ഓൾറെഡി. അത് മാറി മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചേഞ്ച് വരുന്നു, അതിൽ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മുഖ്യധാരയിൽ ഇപ്പം ഏത് ഫീൽഡിലെ ആയാലും ട്രാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം അത് മാത്രമല്ല ആ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം അതുപോലെ മാറി വരൂ എന്നുള്ളതാണ്, മാറി വരണം. അപ്പം അല്ലാതെ ഈ ആളുകൾ സമൂഹം മാറുന്നു അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് വശം മാറിയിട്ട് പോസിറ്റീവ് വശം മാത്രം ഉണ്ടാവും അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. കാരണം എന്തൊരു കാര്യമായാലും അതിന് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. അത് നമ്മൾ സഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കണ്ടേ അറിഞ്ഞേ പറ്റൂ. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അതേ നടക്കുള്ളൂ. അല്ലാതെ എല്ലാം മാഞ്ഞിട്ട് ഒരു എന്താ പറയാ പോസിറ്റീവ് മാത്രമുള്ളൊരു കാലം എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാരും മരിച്ച് സ്വർഗത്തിലാവില്ലേ. അപ്പം ആ സമയത്ത് കണ്ട ഒരു കമന്റ്സിൽ ഒരു പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തവരുണ്ട്, ഒരാണ് തുണി അഴിച്ചാൽ ഇതായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഒരു സാധനം.
നിങ്ങൾ അത്തരം കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ കമന്റ് നോക്കാറില്ല, കമന്റ്സ് വായിക്കാറില്ല. ഞാൻ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കും. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഞാൻ അങ്ങനെ ഇട്ടോണ്ടിരിക്കും, യൂട്യൂബിൽ വീഡിയോ ഇട്ടോണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കമന്റ് ഞാൻ നോക്കും. പക്ഷേ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ബോധയില്ല. ഞാനും ആണെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് ആക്കി കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയും എന്നല്ലാതെ ഞാൻ ഇവനെ പോലും കാണിക്കില്ല കമന്റ്സ് ഒന്നും, അല്ലേ? ഞാനും വായിക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ഉള്ള ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. പിന്നെ നമ്മൾ സമൂഹത്തിന് എന്തിനു കാണണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഞങ്ങള്. സാധാരണ മനുഷ്യ പോലെ ഞാൻ ഇവനോട് തുടക്കത്തിൽ ഞങ്ങളുടെ അഫെയർ തുടങ്ങി ആ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ഒരു നോർമൽ ഫാമിലി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമുക്ക് ജീവിച്ചു. ഞങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ മക്കളുകളായിരുന്നു. ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മദേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മള് വീട്ടിൽ നിന്ന് കംഔട്ട് ആകുന്ന സമയത്ത്, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ മോനാക്കാം അല്ലെങ്കിൽ എൻ്റെ മോളാക്കി നിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള 2 പാരൻസിൻ്റെ മക്കളായിട്ടാണ് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നത്. എൻ്റെ പാരൻ്റ് എന്ന് പറയുന്ന ദീപാറാണിയാണ്, ആൾ കോഴിക്കോടാണ്. ഞാൻ 2016-17 സമയത്താണ് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങി ഏകദേശം 18-ലാണ് ഞാൻ ദീപാറാണിനെ കാണുന്നത്. ആ ഒരു സമയത്ത് ഷെൽട്ടർ ഹോമിൽ നിന്ന്, കോഴിക്കോട് ഷെൽട്ടർ ഹോമിലായിരുന്നു, അവിടെ വെച്ച് ഞാൻ ദീപാറാണി എന്ന് പറയുന്ന ആളെ കാണുന്നത്. ആള് എന്നെ കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഒതുങ്ങിക്കൂടിയ ഒരാളാണ്. കൂടുതലായിട്ട് സംസാരത്തിനോ അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനൊന്നും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ. അപ്പോൾ ആൾക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ദിവസമായിട്ട് എന്നെ കാണുന്നുണ്ട്. അപ്പം ആളെൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ മോളായിട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ മോളാക്കാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ പറഞ്ഞത്, എനിക്ക് നിന്നെ മോളാക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ അത് മൈൻഡ് ആക്കിയില്ല. പിന്നെ ഷെൽട്ടർ ഹോമിൽ ഇങ്ങനെ തുടർന്നു. ഏകദേശം 5-6 മാസം കഴിഞ്ഞു. അവിടെ ഷെൽട്ടർ ഹോം, ഗവൺമെൻറ് ഷെൽട്ടർ ഹോമിൽ ഒരു ട്രാൻസ് വ്യക്തിക്ക് 3 മാസം വരെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ജോലിയോ എന്തെങ്കിലും നോക്കിയിട്ട് അവിടെ നിന്ന് പോകണം. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ഏകദേശം 5 മാസത്തോളം അവിടെ നിന്നു. അവിടെ നിന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയ സമയത്ത് അവിടുന്ന് ദീപാറാണിനെ വിളിച്ചു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മോളെ സെക്സ് വർക്കിന് പോവാം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണെങ്കിൽ മോളെ എൻ്റെ അടുത്ത് വരരുത്, അല്ലാതെ നിന്റെ പഠന ചിലവോ നിന്റെ ഡ്രസ്സ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചിലവും ഞാൻ നോക്കിക്കോളാം, ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ, അത് നീ നോക്കണ്ട, നിന്നെ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരാളെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാഗ്യം, കാരണം അങ്ങനെ ഒരാൾ അമ്മേനെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, പൊതുവേ ഉള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊരു പൊതുവേ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മക്കൾ ബന്ധമാണ്. പക്ഷേ മക്കളും അമ്മയും എല്ലാവരും സെക്സ് വർക്കിന് പോവാ, അമ്മമാർക്ക് ചെലവിന് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ ഞാൻ ആളിനെ വിളിച്ചു. അങ്ങനെ ഞാൻ വരാൻ തയ്യാറാവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആളുടെ കൂടെ പോയി. ആളെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന, അവിടുന്നാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവനെ അങ്ങനെ നോക്കിയൊരു പാരന്റ് അമ്മയുണ്ടായിരുന്നു ട്രാൻസ്. പക്ഷെ ഞങ്ങൾ സംസാരിക്കും, ഇപ്പോഴും ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ പോകും, സംസാരിക്കും, മമ്മിയുടെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും എല്ലാം പറയും. പക്ഷെ എന്നാലൊരു അകൽച്ച ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതുവരെയും ഒരു കുഞ്ഞായിട്ട് പോലും നിങ്ങളുടെ 2 പേരുടെ ഫാമിലി എന്റെ അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പോലെ ഇവരുടെ വീട്ടിലാ, സഹദിന്റെ വീട്ടിലാ. ഡാൻസ് ഡാൻസ് സ്കൂളാ ആക്ച്വലി. ഇത് ഞങ്ങളുടെ എന്റെ സാറിന്റെ ഡാൻസ് സ്കൂളാ. അവിടെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് അവിടെ ഡെയിലി പോയിട്ട് ക്ലാസ്സിന് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഞാനും അതിന്റെ സിസ്റ്ററും എന്റെ ചേട്ടനും എല്ലാരും, അച്ഛനും അമ്മയും എല്ലാവരും. സിയ പിന്നെ വരും, സിയ ഇവിടെ നിക്കത്തില്ല. ഞാൻ രാത്രി അങ്ങ് പോകും. ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ബി എക്ക് അവിടെ അല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എന്റെ അമ്മ, എന്റെ സെബി ജനിക്കുന്ന തൊട്ട് അമ്മ എന്റെ അമ്മ തന്നെയാ. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾക്കത് നമ്മൾ പഠിച്ചു വരണം എങ്ങനെയാന്നുള്ളത്. അപ്പം ഒരാള് അറിയുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇപ്പം അതിന് ശേഷമുള്ള ഡെലിവറിക്ക് ശേഷമുള്ള ഇവന്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കുളിപ്പിക്കലോ അതാക്കലും ഇതാക്കലൊക്കെ അമ്മയല്ലേ ചെയ്യും. സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി മറ്റു കുളിപ്പിക്കല് അതൊന്നും അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. ഇവര് ഈ വയറ് കുറയാൻ വേണ്ടിട്ട് വയറ് കെട്ടുമല്ലോ, അതിനൊന്നും സമ്മതിക്കൂല. അതുകൊണ്ട് എന്താ ചിളക്കാൻ വിളക്ക വയറ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ജിമ്മിന് പോവും. എങ്ങനെയെന്ന് അറിയാമോ? ഇല്ലല്ലോ ഞാൻ പറയട്ടുന്നില്ലേ, ഭയങ്കര ഇതാണ്. ഞാൻ ഇവന്റെ അടുത്ത് എപ്പോഴും പറയും, ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ ഓരോ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരും. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അതന്നെയായിരിക്കും. ഞാൻ പറയട്ടെ,
എനിക്കറിയാം ഇത് എത്രത്തോളം പോകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ഞാൻ വരാൻ പോകുന്ന കാര്യം ആദ്യമേ ഞാൻ പറയും. എത്ര പ്രാവശ്യം ജിമ്മിൽ പോയി വെറുതെ പൈസ കളഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? പോയി അഡ്മിഷൻ ഒരാഴ്ച തികയ്ക്കൂല, അതിന് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വേദന തുടങ്ങും. ഈ കാര്യം പറയുന്ന ആരോടാന്നറിയാം? ഏറ്റവും വലിയൊരു ജിംനാഷ്യന്റെ അടുത്ത് എന്റെ പൊന്നു, ഇവിടെ നിൽക്കുന്ന രണ്ടുപേരും കണ്ണുകൊണ്ട് കാണിച്ച് ആണോ? എന്റെ പൊന്നു, എത്ര കോഴിക്കോട് എങ്ങാണ്ട് 2 ജിമ്മില് പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് അതിന് ശേഷം 2 or 3 ജിമ്മില് പൈസ കൊടുത്തിട്ട് എന്റെ അനിയത്തി പറയുന്നത് നമ്മളെ വീടിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, വീടിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഒരു പുതിയ ജിമ്മ് തുടങ്ങി. അപ്പൊ ഞാൻ പറയോ നമിച്ച് എന്നെ നോക്കിയോ. പക്ഷെ എനിക്ക് നമുക്ക് ഈ ഹോർമോൺസ് എടുക്കുന്ന സമയം ഭയങ്കര നമ്മൾ ഈ പുരുഷന്മാരുടെ ശരീരം വരും, അപ്പൊ പെട്ടെന്ന് തോന്നുന്നു ആ എടുക്കുന്ന 2 പിന്നെ കാല് വേദന വരുമ്പോ ഓരോ ദിവസം വരൂ. അയ്യോ, ഒരു ദിവസം ഞാനേ കോഴിക്കോടാണ് ഞാൻ അധികം ഉണ്ടാവുന്നത്, ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഒരു ദിവസം വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ഞങ്ങളുടെ റൂമിന്റെ കഥകങ്ങൾ അടച്ചാൽ ആ ചുമര് നിറയെ എന്താ ഫുഡിന്റെ ഡയറ്റിന്റെ ചാർട്ട്, ജിമ്മിൽ പോകുന്നതിന് ടിക്ക് ചെയ്യുന്നതിന്റെ ചാർട്ട്. ഞാൻ ചോദിച്ചു ഭഗവാൻ, ഇത് ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചത്, അത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണേ. ഒരു ഏറിപ്പോയ 4 ദിവസത്തെ ഫുഡ് ഡയറ്റിന്റെ ടിക്ക് ചെയ്തിട്ട് ബാക്കി കോളൊക്കെ വെറുതെ അവിടെ 3 മാസമായിട്ട് കിടപ്പുണ്ട്. എന്റെ അച്ഛൻ മത്സ്യത്തൊളിയാ, അപ്പൊ കുഞ്ഞിലെ മീന് കഴിച്ചിട്ട് അമ്മന്റെ അടുത്ത് വന്ന് തിന്നാണ്ട് നിൽക്കൂല, അതാണ് പ്രശ്നം. അമ്മയുടെ കറിയുടെ മീൻ കഴിക്കാം, പക്ഷെ മുരിങ്ങക്കോലിട്ടതും ചോറും ഒരുപാട് കിഴങ്ങൊക്കെ. അത് ഞാൻ പറഞ്ഞ ഡയറ്റിന് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ നമുക്ക്. ഡയറ്റ് അതിന്റെ ഇടയ്ക്ക് എഗ് ഡയറ്റ്, പിന്നെ എന്തൊക്കെ സീഡ്, ഈ സൊമാറ്റോ സിയാ സീഡ്, ഒരിടയ്ക്ക് തൈര് മാത്രം തിന്നു. ഒക്കെ 2 ദിവസമാണ് ഇതൊക്കെ ആലോചിക്കണം. തൈര്, സിയാ സീഡ്. ആ സിയാ സീഡിന്റെ കുപ്പി ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല. അമ്മേന്റെ അവിടെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ ഇപ്പോഴും ഉണ്ട്. പൊട്ടിക്ക് സീല് പോലും പൊട്ടിക്കാത്ത. അമ്മ വഴക്ക് പറയും വെറുതെ ഈ സൊമാറ്റോയിലാണ് ആമസോണില് ഓരോന്ന് സാധനം കണ്ടിട്ട് ഓരോന്ന് അത് വേണം. നമ്മള് ഡോക്ടർ ചോയ്സ് എന്ന് പറഞ്ഞ ഈ ഇടയ്ക്ക് ചെക്കന്മാരൊക്കെ റീൽസിലൊക്കെ ഇട്ടിട്ട് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു, അതേ ഇത് ഓർഡർ ചെയ്ത് കഴിക്കും, നിനക്ക് വേറെ ഒന്നും വിശപ്പ് വരത്തില്ല. എനിക്കത് കഴിച്ചു ഭയങ്കര വിശപ്പ്. ഇവനെ എങ്ങനെ അറിയുമ്പോ ഇപ്പൊ ജോലിക്ക് പോകുന്ന ഞാൻ പറഞ്ഞ സംഭവം, ഇവന് ജോലിക്ക് പോകും, രാവിലെ ജോലിക്ക് പോകും. ചിലപ്പോ അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. ഉച്ചക്ക് ചിലപ്പം കഴിക്കാൻ വരും, വീട്ടിൽ വരും. അപ്പൊ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചടപ്പിക്കും, പൊണ്ണത്തടിയും വെച്ച് ഇങ്ങനെ വയറും ചാടിച്ച് നടന്ന ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കും. അന്നേരം എന്നോടുള്ള വാശിക്ക് എന്ത് ചെയ്യുന്ന അറിയുമോ, തിന്നാതെ പോവേ, തിന്നാണ്ട് വീണ്ടും ജോലിക്ക് പോവാം. രാത്രി ഇങ്ങോട്ട് വരും, അമ്മാ വിശക്കണം അമ്മാ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് തിന്നുന്ന ചോറ് കാണണം. ഈ ഉച്ചക്ക് രാവിലെ വൈകുന്നേരം തിന്നണ്ട, 3 നേരം തിന്നണ്ട അങ്ങനത്തെ സാധനം. പിന്നെ എന്തിനായിട്ട് പക്ഷെ ഇവള് ചേച്ചി നമ്മളെക്കാട്ട് നന്നായി ഫുഡ് കഴിക്കും, പക്ഷെ ഞാൻ തടി വെക്കില്ല. പക്ഷെ ഡാൻസ് കളിക്കും, അപ്പം ഒന്നും നമുക്ക് ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കാൾ നന്നായിട്ട് എന്റെ മോൾ ഇപ്പൊ നന്നായിട്ട് ഫുഡ്. നമ്മളിങ്ങനെ ചോദിച്ചു വരുമ്പം നിങ്ങളുടെ ഈ ഒരു ഇതിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് മതം ഒരു വലിയ ഫാക്ടർ ആയിരുന്നു അല്ലെ? കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം ഫാമിലി എന്നുള്ള അത് ഞങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാല് ഡെലിവറിയുടെ സമയത്ത് കൂടുതൽ പ്രശ്നം ഈ സിയ സഹദ് എന്നാണല്ലോ. അപ്പൊ മുസ്ലിംസിന് ഒരുപാട് പ്രശ്നം ആ ഒരു പേരിന്റെ കേസിലുണ്ടായിരുന്നു. അപ്പൊ മുസ്ലിം ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവൻ ക്രിസ്ത്യനാ, ഞാൻ മുസ്ലിമാ, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ജാതി മതമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷൻ ഹിന്ദുക്കളുടെ ഡാൻസ് പ്രൊഫഷനാണ്, ജീവിക്കുന്ന ക്രിസ്ത്യാനിയുടെ കൂടിയാണ്. ഞാൻ ജനിച്ചത് മുസ്ലിം ആയിട്ടാണ്. ഇനി ഏത് മതത്തിൽ നിൽക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ദൈവത്തിനോടൊക്കെ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ, പക്ഷെ ഞാൻ അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. ഇവനായാലും ക്രിസ്ത്യാനിയാണ് വെച്ചിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയോ അങ്ങനത്തെ ഒരു. ഞാനും അങ്ങനെ തന്നെ, ഞാൻ ഡാൻസ് കളിക്കാൻ അമ്പലത്തിലാ പോകും. മതം ഞങ്ങള് സെബിയക്ക് പോലും ഇപ്പൊ മതം വച്ചിട്ടില്ല, ഞങ്ങളെ വെക്കാൻ. അതും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും ട്രാൻസ് ആകാൻ വേണ്ടിട്ടല്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലല്ല, ഞാൻ നൃത്തം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങി. അല്ല, ഞാൻ അന്നേ ഞാനിങ്ങനെ കട്ടും കമർന്നൊക്കെ നൃത്തം പഠിക്കുമായിരുന്നു. അതായത് നൃത്തം പഠിക്കും എന്നുള്ളത് പഠിക്കാൻ വേണ്ടിട്ടെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഇറങ്ങിയത് പറഞ്ഞു. പക്ഷെ ഒരു ട്രാൻസ് ആകാം, ട്രാൻസ് വുമൺ ആവണം എന്നുള്ളൊരു തീരുമാനം എപ്പോഴാണ് ഉണ്ടായത്? അത് ഇപ്പം എന്താ പറയാ, പക്ഷെ അന്നേ ഞാൻ ഡാൻസ് ഒക്കെ സ്റ്റേജിൽ ചെയ്യുമായിരുന്നു വീട്ടിലുള്ള സമയത്ത്. വീട്ടുകാർക്ക് അറിയാവുന്ന കേസായിരുന്നു. പക്ഷെ പ്രോഗ്രാം ഒന്നും, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം ഒന്നും അവർ നേരത്തെ അറിയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവർ അറിയുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ
ആ സമയത്ത് ഞാൻ സ്റ്റേജിലെല്ലാം ഡാൻസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഫീമെയിൽ വേഷത്തിലാണ്. ഞാൻ മെയിലായിട്ട് എവിടെയും ഡാൻസ് ചെയ്തിട്ടില്ല. പൊതുവെ എല്ലാ സ്റ്റേജുകളിലും ഞാൻ ഫീമെയിലായിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസിന് അവർ വിടത്തില്ല. പിന്നെ എന്നെ പിടിച്ചു വെക്കുക, എൻ്റെ കിട്ടുന്നോണ്ടാണോ അതോ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം കൊണ്ടാണോ? അല്ല, അന്ന് കമ്മ്യൂണിറ്റി ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ. അല്ലല്ല, മുസ്ലിം ഫാമിലി എന്നുള്ള വ്യക്തി ആയതുകൊണ്ടാണോ നൃത്തം പഠിക്കാൻ വിടാഞ്ഞത്? അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അതായത് എന്നെ നൃത്തം അത് കളിക്കാനും വിടത്തില്ല, അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കാനും അനുവദിക്കില്ല, അങ്ങനെയൊക്കെ. ഞാൻ പക്ഷെ വീട്ടുകാരെ അറിയാതെ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗുരുവിടെ കീഴിലൊക്കെ ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങളൊക്കെ. പിന്നെ അന്നേ ആ സമയത്ത് ഞാൻ ഈ സ്കൂൾ ആനുവൽ ഡേകളൊക്കെ എടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ പോവായിരുന്നു. പക്ഷെ അതിനൊന്നും വിടാണ്ടായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെയാണ് ഞാൻ കൂടുതലും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നതും സംസാരിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ട്, നമ്മളുടെ സ്വത്വത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ട്രാൻസ് വുമൺ ആവാം, നമുക്ക് ഐഡന്റിറ്റി ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ മുന്നോട്ട് വരുന്നത്. ശരിക്കും ഈ ഡാൻസ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വത്വം ഉണ്ടെന്ന് അറിയുന്നത്, അല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഡാൻസിനോട് പണ്ടേ ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും, 6-7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, എന്തോ ഒരു വ്യത്യാസം എൻ്റെ ശരീരത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേറെയാ. എനിക്കൊരു എന്താ പറയുക, ഒരു ഫീമെയിലോടൊന്നും ഒരു അട്രാക്ഷൻ ഇല്ല, നമുക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങൾ തോന്നുന്നില്ല. പക്ഷെ അന്നേ എനിക്ക് ഉള്ളതും എല്ലാം ഫീമെയിൽ ഫ്രണ്ട്സാ. ഫീമെയിൽ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉള്ളതായാലും അങ്ങനെ കുറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ ഈ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഉമ്മ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവനിങ്ങനെ ഇച്ചിരി ഇതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സൂക്ഷിക്കണമെന്നൊക്കെ. അന്നേ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആ ടീച്ചറെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രമീള ടീച്ചർ എന്നായിരുന്നു അതിൻ്റെ ക്ലാസ് ടീച്ചറെ പേര്. അന്ന് ആ ടീച്ചർ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വന്ന സമയത്ത് ഉമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. ഉമ്മ എന്ത് പറയാൻ വേണ്ടി. പക്ഷെ വീട്ടിൽ ആ സമയത്ത് അവര് എന്നെ കളിയാക്കുന്നുണ്ട്, വീട്ടുകാരും എന്നെ കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫീമെയിൽ വോയിസാ, ആ സമയത്തെ അങ്ങനെയാ. അപ്പൊ അവരുടെ വിചാരം ഞാൻ അങ്ങനെ ആക്കി സംസാരിക്കുന്നതാ. ഞാൻ ഇപ്പൊ നോർമലി ഇപ്പൊ സംസാരിക്കുന്ന പോലെ എപ്പോഴും ഞാൻ എവിടെ ഞാൻ സൗണ്ട് താത്തിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഫീമെയിൽ വോയിസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എവിടെ സംസാരിക്കാറില്ല. ക്ലാസ് എടുക്കുന്ന സമയത്തായാലും എല്ലാവരും സമയത്തായാലും പണ്ടേ ഞാൻ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നത്, നോർമലായിട്ട് നടക്കുന്നത്. പക്ഷെ അവർ പറയും നീ അങ്ങനെ ആക്കുവാണ്, അങ്ങനെ സൗണ്ട് ആക്കാതെ നീ ആണുങ്ങളെ പോലെ സംസാരിക്കും, നീ എന്തിനാ അങ്ങനെ ശാന്തപ്പെട്ടാവുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ, നമുക്ക് അന്ന് എന്താന്ന് അറിയില്ല പ്രശ്നം, ഇങ്ങനെ എന്താ ഒന്നും അറിയാതെ ഇങ്ങനെ വളർന്നു വന്നു. പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് അങ്ങ് തിരഞ്ഞെടുത്തു. നമ്മൾ എന്തിനു മറ്റുള്ളവർക്ക് ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. അപ്പം ഏത് കുടുംബമായാലും ഫാമിലി ആയാലും ഏത് ചോരയായാലും എൻ്റെ ഫാമിലിയെ ഞാൻ മനസ്സിലാക്കിയത് സ്നേഹത്തിനേക്കാൾ ഉപരി അവർക്ക് സാമ്പത്തികമാണ്. എവിടെയായാലും നമുക്ക് പണമുണ്ട്, ആർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന സന്തോഷം, അത്രേ ഉള്ളൂ. അങ്ങനെ കൊടുത്താൽ ചിലപ്പോ ഇനി അതിനെനിക്ക് താല്പര്യമില്ല. അതിനൊക്കെ നന്നായിട്ട് എൻ്റെ അമ്മ അതാ ഇവരുടെ ഫാമിലിയിൽ എനിക്ക് ഭയങ്കര എന്നെക്കാൾ ഇഷ്ടപ്പെട്ടു. ഈ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ഞങ്ങൾക്ക് വീട് വെക്കണം, ബിയനെ നന്നായിട്ട് നോക്കി വളർത്തണം. ഇപ്പത്തെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവളെ ഒരു വഴി ആവുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് തട്ടിപ്പോവല്ലേ എന്ന് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ആ ഒരു വേവലാതിയാണ്. അപ്പം നമ്മളൊക്കെ ഹോർമോൺ ട്രീറ്റ്മെന്റ് അതൊക്കെ ഇതൊക്കെ എടുക്കണം. പക്ഷെ ശാരീരികമായിട്ട് ഞങ്ങളെ തളർത്തല്ലേ, കുഞ്ഞിന് പിന്നെ നോക്കാൻ ആരും ഇല്ലല്ലോ, ഞങ്ങള് അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു മനപ്രയാസം മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്കൊരു വീടാവണം. ഇപ്പം ഈ സ്കൂളിലും സെറ്റിൽ ആവണം, ഒന്ന് കുറച്ച് നിൽക്കണം. നമ്മളിവിടെ 6 മാസം തിരുവനന്തപുരത്തുണ്ട്, 6 മാസം കോഴിക്കോട്, അങ്ങനെ അല്ലാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. ഞങ്ങൾ കൂടുതൽ ആഗ്രഹം കോഴിക്കോട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കലോത്സവ സീസൺ ആകുമ്പോൾ എനിക്ക് ഡാൻസ് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ പല ജില്ലകളിലും ഉണ്ടാവാം. ഒരു സ്ഥലത്തായിട്ട് ഞങ്ങൾ ഉണ്ടാവില്ല, ഒരു ഉറച്ചു നിൽക്കുന്നില്ല ഞങ്ങള്. കാരണം എനിക്ക് കോഴിക്കോട് ക്ലാസ് ഉണ്ട്, കൊല്ലത്ത് ക്ലാസ് ഉണ്ട്, പത്തനംതിട്ടയിൽ ക്ലാസ് ഉണ്ട്, എല്ലായിടത്തും ക്ലാസ് ഉണ്ട്. അപ്പം കലോത്സവം ആവുന്ന സീസണിൽ അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടി നടക്കുന്ന സമയത്ത് ഇവരും അങ്ങനെയാ. ചിലപ്പോൾ എൻ്റെ കൂടെ കോഴിക്കോട് വന്ന് നിൽക്കേണ്ടി വരും, ചിലപ്പം ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇവന് ജോലിയും ബുദ്ധിമുട്ടാ. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കും. ഇപ്പൊ പിടിച്ച വാശിയില്ല, ഞാൻ പോവും, പുറത്തു പോകും. ആവുന്നില്ല, ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. ഞങ്ങൾക്കൊരു വീടാക്കണമെന്നുണ്ട് എങ്ങനെയെങ്കിലും. എൻ്റെ ഒരു ആഗ്രഹമാണ് പുറത്ത് പോകണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, കാരണം ഇവരൊക്കെ മിസ് ചെയ്യില്ല, സെബിയുടെ വളർച്ച ഇതൊക്കെ മിസ് ചെയ്യും. പക്ഷേ ഞാൻ പോയേ പറ്റൂ.
ഞാൻ ചോദിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇതുവരെ ആയിട്ടില്ല എന്ന് ആയിട്ടില്ല തോന്നുന്നു. അതിന് വേറെ ഒരു കേസ് എന്തോ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അതിനുള്ള പോരാട്ടത്തില്ല, ഞങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. കോർപ്പറേഷനിൽ പോകുന്നുണ്ട്, ചോദിച്ചിട്ട് അവരെന്താ പറയുന്നത്. കാരണം ഞങ്ങള് എന്റേത് മെയിലാണല്ലോ ഓൾറെഡി. അപ്പം സിയയുടെ ആധാർ കാർഡ് ട്രാൻസ്ജെൻഡറാ. അപ്പം അങ്ങനെ ട്രാൻസിന് എന്റെ ഒരു അറിവിൽ അങ്ങനെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? നിയമമില്ല, അതിന് ഇതില്ല, വകുപ്പില്ല. മാരേജിലെ അങ്ങനെ ഒരു ആക്ട് ഇതുവരെ വന്നിട്ടില്ല. ട്രാൻസിന്റെ കല്യാണം, ട്രാൻസ്ജെൻഡേഴ്സിന്റെ കല്യാണത്തിന്റെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യും, നമുക്ക് ഇനി അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ അത് വരണം. കാരണം അതില്ലാതെ ഒരുപാട് പേര് ഈ അമ്പലങ്ങളിലും അല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കല്യാണം മാത്രം കഴിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ കഴിച്ച പല ആൾക്കാരുടെയും ജെൻഡർ ഫീമെയിലും മെയിലും ആയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ആധാറിൽ ഫീമെയിലും മെയിലും ആയിരിക്കും. ട്രാൻസ് എന്നുള്ള ജെൻഡറിൽ വെച്ചിട്ട് കല്യാണം നടന്നിട്ടില്ല എന്നാണ് അറിവ്. എന്തായാലും നിയമ പോരാട്ടങ്ങൾ ഇങ്ങനെ നടക്കട്ടെ, എല്ലാം വിജയിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് ഉണ്ടാകട്ടെ. ഒരു സുന്ദരി മോളാണ് കേട്ടോ, ഞാൻ പറയാം. സുന്ദരി മോളാണ്. ഭയങ്കരമായിട്ട് നമ്മളടുത്ത് സംസാരിച്ചു. പക്ഷെ ഞാൻ കൂടുതലും വിളിക്കാത്ത അതിന്റെ വേറൊരു സൈഡും കൂടെ ഉണ്ട്. മോൾക്ക് 18 വയസ്സായിട്ടില്ലല്ലോ. അപ്പൊ അവളെ സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വിളിക്കാത്തത്. അല്ലെ ഞാൻ വിളിച്ച് നടുക്കിരുത്തിയാണ് കുറെ സംസാരിച്ചു വെക്കുന്നത്. അപ്പം എല്ലാം നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.